ഹായ് ഓൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനില്ലേ ഒരു ചെറിയ ബർത്ത്ഡേ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. എൻ്റെ രണ്ടാമത്തെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ, ജാനുവരി 15. അൽഹംദുലില്ലാ 5 വയസ്സായിട്ടോ മോനക്ക്. അപ്പോൾ ഞാൻ അവനക്ക് ചെറിയൊരു കേക്കൊക്കെ ഉണ്ടാക്കി സർപ്രൈസ് കൊടുത്തു. അതുപോലെ തന്നെ അവനക്ക് ഇഷ്ടപ്പെട്ട ടോയ്സ് ഉണ്ടല്ലോ, അതും ഓർഡർ ചെയ്ത് കൊടുത്തു. ഈ വീഡിയോ ഇന്നലെയും ഇന്നുമായിട്ട് എടുത്തതാണ്. ഇന്നലെ സ്കൂൾ ലീവായിരുന്നു, അതായത് കൊടുങ്ങല്ലൂർ താലപ്പൊലി ആയിരുന്നു, അതുകൊണ്ട് സ്കൂളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ രാവിലെ ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. ഞാൻ രാവിലെ അവർക്ക് കഴിക്കാൻ വേണ്ടി നൂഡിൽസാണ് ഉണ്ടാക്കി കൊടുത്തത്. വല്ലപ്പോഴും ഒക്കെ ആക്കി കൊടുക്കുമ്പോൾ രണ്ടാൾക്കും നല്ല ഹാപ്പിയാണ്. അതായത് നൂഡിൽസ് ഞാൻ എപ്പോഴും ഉണ്ടാക്കി കൊടുക്കാറില്ല. പിന്നെ എനിക്കും ഹസ്ബൻഡിനും ഞാൻ അവിലാണ് കേട്ടോ ചായക്ക് ആക്കിയത്. അപ്പോൾ ഈ അവിൽ തേങ്ങയും ശർക്കരയൊക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റാണ്. മിക്കപ്പോഴും ഞാൻ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ മടിയുള്ള ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റാണിത്. അപ്പോൾ കേക്ക് ഓർഡർ ചെയ്യാമെന്ന് എന്നോട് പറഞ്ഞിട്ട് ഞാൻ സമ്മതിച്ചില്ല. എനിക്കത് ഉണ്ടാക്കി കൊടുക്കാനൊരാഗ്രഹം ഉണ്ടായിരുന്നു, അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ മോനക്ക് പിന്നെ കേക്കൊന്നും അങ്ങനെ കട്ട് ചെയ്യണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല, അതുകൊണ്ട് പിന്നെ ഞാൻ വാങ്ങിക്കണ്ടെന്ന് പറഞ്ഞത്. പിന്നെ എന്തെങ്കിലുമൊക്കെ ടോയ് ഉണ്ടല്ലോ, അത് സർപ്രൈസായിട്ട് കിട്ടിയാൽ മതി, ആൾ നല്ല ഹാപ്പി ആവും. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു. കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പണി തുടങ്ങുകയാണ് കേട്ടോ. നോക്കിയപ്പോൾ മൈദ കുറവുള്ളൂ, അത് ഹസ്ബൻഡ് പോയി വാങ്ങിക്കൊണ്ട് തന്നു. പിന്നെ പെർഫെക്റ്റ് ആയിട്ടൊന്നും എനിക്ക് കേക്ക് ഉണ്ടാക്കാൻ അറിയില്ല, ഞാൻ അതൊന്നും പഠിച്ചിട്ടില്ല. യൂട്യൂബൊക്കെ നോക്കിയിട്ടാണ് ചെയ്യാറ്. മിക്കപ്പോഴും സ്പോഞ്ചൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടാറുണ്ട്. പിന്നെ മോൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണല്ലോ കേക്ക് കട്ട് ചെയ്യുന്നത്, വേറെ ആരും പുറത്തൊന്നുമില്ല, അതുകൊണ്ട് തന്നെ അത്ര പെർഫെക്റ്റ് ഒന്നും വേണ്ടല്ലോ. എങ്ങനെയെങ്കിലും ഒന്ന് തട്ടിക്കൂട്ടി ഒരു കേക്ക് ഉണ്ടാക്കണം, അത്രേ ഞാൻ കരുതിയിട്ടുള്ളൂ. ഒരു ചെറിയ കേക്ക് ഉണ്ടാക്കി വന്നപ്പോഴത്തേക്കും ഞാൻ നല്ല ടയേർഡായി. അപ്പോൾ ബേക്കേഴ്സിനൊക്കെ നല്ല പോലെ സമ്മതിക്കണം, കാരണം എത്ര പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരിക്കും. അപ്പോൾ ഫുഡ് ഞങ്ങൾ ഉച്ചയ്ക്ക് പുറത്തു നിന്നാണ് വാങ്ങിയത്, മന്തിയാണ് കേട്ടോ വാങ്ങിയത്. കുറേ നാളായി മന്തി കഴിച്ചിട്ട്, അപ്പോൾ പിന്നെ അത് തന്നെ ഓർഡർ ചെയ്തു. കേക്ക് ഞാൻ വല്ലപ്പോഴും ഉണ്ടാക്കാറുള്ളൂ എങ്കിലും എൻ്റെ ടൂൾസും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അതൊരു വട്ടം ഞാൻ ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടി ജോയിൻ ചെയ്തിരുന്നു, അപ്പോൾ ഞാൻ അവർ പറഞ്ഞിട്ട് വാങ്ങിയതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അതിൽ പിന്നെ ഞാൻ കേക്കൊന്നും പുറത്തുനിന്ന് വാങ്ങിയിട്ടുമില്ല. അത്ര പെർഫെക്റ്റ് അല്ലെങ്കിലും ഞാൻ തന്നെയാണ് ഉണ്ടാക്കി കൊടുക്കാറ്. ഇതിൻ്റെ ക്രീമും കാര്യങ്ങളൊക്കെ നല്ല സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് കേക്കിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഫിനിഷിങ് അങ്ങോട്ട് കിട്ടുന്നില്ല. അത് എപ്പോഴും ഉണ്ടാക്കുമ്പോഴും അങ്ങനെ തന്നെയാണേ. അപ്പോൾ ഞാൻ മോനക്ക് ബർത്ത്ഡേ ആയിട്ട് ഒരു സ്കൂട്ടറാണ് ഓർഡർ ചെയ്തത്. അത് 2 ദിവസം മുന്നാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ കറക്റ്റ് ബർത്ത്ഡേൻ്റെ അന്ന് തന്നെയാണ് കേട്ടോ അത് വരുന്നത്. അപ്പോൾ 2 പേരും റൂമിലിരിക്കുകയാണ്, അവർ കണ്ടിട്ടില്ല. ആമസോണിൽ നിന്ന് ഡെലിവറി വന്നിട്ടുണ്ട്, അപ്പോൾ അവർ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ അവർ കാണാണ്ട് ഇത് കൊണ്ടുപോയിട്ട് ഒളിപ്പിച്ച് വെക്കാണ്. എൻ്റെ കയ്യിൽ പൈപ്പിംഗ് ബാഗ് ഇല്ലായിരുന്നു, അപ്പോൾ ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ എടുത്തിട്ട് നോസിൽ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ ഡിസൈനൊക്കെ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഒരു പിക്ചർ റെഫറൻസ് ആയിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ കളർ അതേപോലെ തന്നെ ഒക്കെ ആക്കിയെടുത്തു. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ കവറ് ഇതിൻ്റെ പുറത്ത് കൂടെ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ആദ്യം വരില്ല, പിന്നെ അത് നല്ല പോലെ പുറത്തേക്ക് ചാടി വരികയാണ്. അപ്പോൾ ആകെ കേക്കിൻ്റെ പുറത്തേക്കൊക്കെ ആയി. ഫസ്റ്റ് ഒക്കെ വരച്ചു കൊടുത്തപ്പോൾ നല്ല ഭംഗിയായിട്ട് വന്നു കേട്ടോ. ലാസ്റ്റ് ആയപ്പോൾ അത് ആകെ കൊളായിപ്പോയി. എന്നാലും കുഴപ്പമില്ല, എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഒപ്പിച്ചൊരു കേക്കാക്കി എടുത്തു. അങ്ങനെ കേക്കെല്ലാം റെഡിയായി വന്നപ്പോഴത്തേക്കും വൈകുന്നേരം ആയിട്ടോ. വൈകുന്നേരം എന്ന് വെച്ചാൽ മഗ്‌രിബൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നത്. കാരണം കേക്കൊന്ന് തണുത്ത് കിട്ടണമല്ലോ, അപ്പോൾ കുറച്ച് നേരം ഫ്രിഡ്ജിലൊക്കെ ഒന്ന് വെച്ചു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഉള്ള സാധനങ്ങളൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തു. ഒരു ക്യാൻഡിൽസും എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അത് വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്യാൻ വേണ്ടി ഇരുത്തിയേക്കാണ്. ആൾ നല്ല ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് അവനക്കുള്ള ഗിഫ്റ്റ് കൊടുക്കണം. അപ്പോൾ കേക്ക് ആദ്യം തന്നെ എല്ലാവർക്കും കേക്ക് കൊടുക്കുകയാണ്. കഴിച്ചപ്പോൾ ഹസ്ബൻഡിനും ഒക്കെ നല്ല ഇഷ്ടപ്പെട്ടു, മക്കൾക്കും നല്ല ഇഷ്ടമായി കേട്ടോ. അപ്പോൾ മോൻ പറഞ്ഞിട്ടാണ് ഞാൻ ചോക്ലേറ്റ് കേക്ക് തന്നെ ഉണ്ടാക്കിയത്, അവനക്ക് അതിനോടായിരുന്നു ഇഷ്ടം.
അങ്ങനെ ഞാൻ ഗിഫ്റ്റ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് കണ്ണടച്ച് നിൽക്കാൻ പറഞ്ഞപ്പോൾ കൈയൊക്കെ നീട്ടി നിൽക്കുകയാണ്. അവനക്ക് മനസ്സിലായി എന്തായാലും സർപ്രൈസ് ഉണ്ട്, അത് കൊണ്ട് തരാനാണെന്ന്. അതുകൊണ്ട് അത്ര വലിയ എക്സ്പ്രഷനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ആൾ കുറേ നാളായിട്ട് എന്നോട് പറഞ്ഞതാണ് ഈ സ്കൂട്ടർ വേണമെന്നുള്ളത്. അതുകൊണ്ട് അത് തന്നെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്നുള്ളതും ആൾക്കറിയായിരുന്നു. പിന്നെ എയ്റോപ്ലെയിൻ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. അത് അവനക്ക് അറിയില്ലായിരുന്നു കേട്ടോ ഞാൻ വാങ്ങുമെന്നുള്ളത്. അപ്പോൾ എപ്പോഴും എന്നോട് കടയിൽ കാണുമ്പോൾ പറയാറുണ്ട് വേണമെന്നുള്ളത്. അപ്പോൾ പിന്നെ ഞാനത് ഒരെണ്ണം അങ്ങോട്ട് ഓർഡർ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇത് രണ്ടും കിട്ടിയപ്പോൾ ആൾ നല്ല ഹാപ്പിയായി. എൻ്റെ മൂത്ത മോൻ്റെ കയ്യിലും ഇതേപോലത്തെ സ്കൂട്ടർ ഉണ്ട്. പക്ഷെ അത് 2 ടയറുള്ളതാണ്. അപ്പോൾ ഈ ചെറിയ ആൾക്ക് അതിൽ ഓടിക്കാൻ പറ്റുന്നില്ല, ബാലൻസ് കിട്ടാറില്ല. അങ്ങനെയാണ് 3 എണ്ണത്തിൻ്റെ ഞാൻ വാങ്ങിയത്. അപ്പോൾ ലേറ്റുള്ളതൊക്കെ നോക്കി വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ ഇതിൻ്റെ ഹാങ് ഓവർ മാറുന്നില്ല. നാളെ സ്കൂളിലേക്ക് പോകില്ലെന്നും പറഞ്ഞിട്ടാണ് കേട്ടോ കിടന്നത്. ഒട്ടും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ രാവിലെ ഞാൻ ഇതേപോലെ ഒരു വിധത്തിൽ വിളിച്ചിട്ടാണ് ആൾ എണീറ്റത്. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, പോകാൻ സമ്മതിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു കളർ ഡ്രസ്സ് ഇട്ട് പോയാൽ മതി, കുഴപ്പമില്ല. പിന്നെ ഇവരെ സ്കൂളിലേക്ക് ചോക്ലേറ്റ് കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നും കൊടുത്തയക്കാൻ പറ്റില്ല. അപ്പോൾ എന്തെങ്കിലും ചാരിറ്റി ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റോറി ബുക്കൊക്കെ നമുക്ക് കൊടുത്തുവിടാം. അപ്പോൾ അങ്ങനെയാണ് ഞാനപ്പോൾ ചെയ്തത്. പിന്നെ ടിഫിനായിട്ട് ഞാൻ ന്യൂട്ടെല്ലയും ബ്രെഡുമാണ് കേട്ടോ വെച്ച് കൊടുത്തത്. അതേപോലെ തന്നെ പഴവും വാട്ടിക്കൊടുത്തു. പിന്നെ വേഫറിൻ്റെ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു, അതും കൂടി വെച്ച് കൊടുത്തു. അപ്പോൾ മൂത്ത മോനക്ക് ഇന്ന് ടൂറാണ്, അതുകൊണ്ട് തന്നെ അവനക്ക് ഫുഡൊന്നും കൊണ്ടുപോകണ്ട. അവൻ എന്തെങ്കിലും സ്നാക്സൊക്കെ വാങ്ങി പിടിച്ചിട്ടുണ്ട്, ഫുഡ് അവിടെ നിന്ന് കിട്ടും. പിന്നെ ഇവനക്ക് കഴിക്കാൻ സ്നാക്സ് ബ്രേക്കിന് ഞാൻ പേരയ്ക്ക കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവനക്ക് ഫ്രൂട്ട്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടാണ് കൊടുത്തു വിടേണ്ടത്. അപ്പോൾ രാത്രിയാണ് സ്കൂട്ടർ അൺബോക്സ് ചെയ്തുകൊണ്ട് തന്നെ പുറത്ത് ഓടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ സ്കൂളിൽ പോണതിന് മുന്നേ അതൊക്കെ ഒന്ന് ഓടിച്ച് നോക്കുകയാണ്. പിന്നെ സ്കൂളിൽ സ്റ്റേജിൽ ബർത്ത്ഡേനെ കുറിച്ച് എന്തെങ്കിലും സംസാരിക്കണം. ഇന്നലെ ഇതൊക്കെ പഠിപ്പിച്ച് കൊടുത്തതിന് കൂടി ആൾ തീരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. ആ ടോയ്സിൻ്റെ കിട്ടിയ ഹാങ് ഓവറിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് സ്കൂളിലേക്ക് പോവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബർത്ത്ഡേ വിശേഷങ്ങൾ. ഈ ടോയിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം.